അത് പറഞ്ഞില്ലേട്ടാ, പിന്നെ അതെന്നെ പറഞ്ഞു കയറിയുണ്ടോ? അല്ല, ഞാൻ തിരിച്ചു കിട്ടുന്ന കേസ് ആരും പെട്ടെന്നൊന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ അതിന്റെ മൊബൈലിന്റെ കേസ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ലാപ്ടോപ്പിന്റെ അല്ല, ടൂ വീലറിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ടൂ വീലറിന്റെ ഉറക്കെ പറയും. 10 ദിവസത്തിനുള്ളിൽ ഇതിന്റെ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള തീരുമാനം ഇത്ര ആളെ വിളിച്ചിട്ട് ഫണ്ട് കിട്ടുമോ അല്ലെങ്കിൽ ഫണ്ട് റീഫണ്ടോ തുടങ്ങിയിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അതിൽ ഒരുപാട് പേർക്ക് ഗുണം ചെയ്തു. 550 പേർക്ക് നമ്മൾ ഫണ്ട് കൊടുത്തു. ഇവിടെ നമ്മുടെ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ കാര്യമല്ലോ, കേരളത്തിൽ 170ഓളം ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ ഉള്ളതിൽ ഒരെണ്ണം മാത്രമാണ് നമ്മൾ. അപ്പോൾ ഞങ്ങളത് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇത് ശരിയായ ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പോലെ. ഞങ്ങൾ ഈ വരുന്ന ഫണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് വേണ്ടി തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ എടുത്താണ് ചെയ്തു വന്നിരുന്നത്. അതിനകത്ത് ഈ വണ്ടിയുടെ കാര്യത്തിൽ ഡിലേ വന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ അതിൻ്റെ ബുക്കിങ്ങൊക്കെ നിർത്തിവെച്ചു. കാരണം ഒരുപാട് പേർക്ക് ഇങ്ങനെ താമസം വരുന്നുള്ള കംപ്ലൈൻറ്റ് വന്നപ്പോൾ ആ ബുക്കിംഗ് വരെ നിർത്തിവെച്ചു. പക്ഷേ വണ്ടിയുടെ ഡിലേ വന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് CSR ഫണ്ട് കിട്ടുന്നതിൽ ഡിലേ. ഇപ്പോൾ ഇയർ എൻഡിങ് ആണ്. ഈ സമയത്ത് കമ്പനികളുടെ കോർപ്പറേറ്റിൻ്റെ ഫണ്ട് കിട്ടാൻ താമസം വരും. അതുകൂടാതെ വണ്ടികളും കിട്ടാൻ താമസം വന്നത്. അതുകൊണ്ടാണ് ഒരു ഓപ്ഷൻ ഇട്ടിട്ട് ആ വണ്ടിക്ക് പകരം ഹോറിൻ്റെ വണ്ടി കിട്ടാൻ താമസമുള്ളതുകൊണ്ട് അതിന് പകരം വേറെ വണ്ടി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഓപ്ഷൻ ഇട്ടേക്ക്. അതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് ഇത് ഓരോ ഏജൻസിക്കും ഒരു ലോട്ട് ഒരു ഏജൻസിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലോട്ട് അടുത്ത ഏജൻസിക്കാണ് കൊടുക്കുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്താണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ഡ്യൂവിൽ കുറേ പേർക്ക് ഇപ്പോൾ 200 പേർക്കോ മറ്റോ ഇപ്പോൾ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. അറിയാവുന്ന പറഞ്ഞ തീരുമാനം എന്താന്ന് വെച്ചാല് 10 ദിവസത്തിനുള്ളിൽ തുടർ നടപടികൾ അറിയിക്കണം. എല്ലാവരെയും അറിയിക്കണം. അതാണ് തീരുമാനം. നിങ്ങളുടെയൊക്കെ ദുർബലിലൂടെ വരും. അതാണ് സാറ് പറഞ്ഞ ഒരു കാര്യം, ഒരു തീരുമാനം അതായിരുന്നു. പിന്നെ മൊബൈൽ ഫോണിന്റെ അപേക്ഷ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അത് അപേക്ഷിക്കണം. മൊബൈൽ ഫോണിന്റെ അപേക്ഷകൾ സ്വീകരിച്ചതിന്റെ ഫണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണ്ട. കാരണം അപ്രൂവൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഇപ്പൊ പറഞ്ഞത് മൊബൈൽ ഫോണിന്റെ റീഫണ്ട് ചെയ്യാവുന്നതാണെന്നുള്ളതാണ്. നിസ്സാര കുറച്ച് വലിയ ലാപ്ടോപ്പ്